ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। कृष्ण तुदीय पद पंकज पंजरांधम अद्वैव मे विशदु मानस राजहंसा प्राण प्रयाण समये कपवाथ पीते कंठावरोधन विधो स्मरणं कुदस्ते। हरे कृष्ण हरि ओम तत्सत्. മുകുന്ദമാലസ്തോത്ര 46-ാമത്തെ ശ്ലോകം. പ്രണാമം ഈശസ്യ സ്ഥിരഫലം വിദുസ് തദർച്ചനം പ്രാണഫലം ദിവൗകഷ മനഃഫലം തദ്ഗുണതത്വചിന്തനം ഭജഫലം തദ്ഗുണകീർത്തനം ബുധാ. പ്രണാമം ഈശസ്യ സ്ഥിരഫലം വിദുസ് തദർച്ചനം പ്രാണഫലം ദിവൗകഷ മനഃഫലം തദ്ഗുണ തത്വചിന്തനം ഭജഫലം തദ്ഗുണകീർത്തനം ബുധാ. निशा माता जी. हरे कृष्ण। प्रणाममिषस्य शिरः फलं विदुस्तदर्चनं प्राणफलं दिवौकस मनःफलं तद्गुणतत्त्वचिन्तनं भजफलं तद्गुणकीर्तनं बुधा. हरे कृष्ण। हरे कृष्ण। प्रणाममीशस्य शिरःफलं विदुस् तदर्चनं प्राणफलं दिवौकस मनःफलं तद्गुणतत्त्वचिन्तनं भजफलं तद्गुणकीर्तनं बुधा. Translation. The wise inhabitants of the heavenly regions know that the perfection of the head is to offer prostrate obeisances to the Supreme Lord. The perfection of the life breath is to worship the Lord. Perfection of the mind is to ponder the details of the transcendental qualities. And the perfection of speech is to chant the glories of his qualities. എന്താണ് പറയുന്നത്? ദ വൈസ് ഇൻഹെബിറ്റൻസ് ഓഫ് ദ ഹെവൻലി റീജൻസ്. ആരെ പറ്റിയാ പറയുന്നത് ഇവിടെ? അതായത് ഉപരി ലോകത്തിലെ പറ്റിയിട്ട്, സ്വർഗലോകത്തിലെ പറ്റിയിട്ട്. ഭൂമിയിൽ നിന്ന് മുകളിലെല്ലാം ലോകങ്ങളും എന്താണ്? ഹെവൻലി പ്ലാനറ്റ്സ് ആണ്. അപ്പൊ അവിടുത്തെ അവിടുത്തെ വാസികൾക്ക്, അതായത് നമ്മളുടെ ശിരസിന്റെ പെർഫെക്ഷൻ എന്താണ്? ഭഗവാനെ പ്രണാമം ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ശിരസ് പെർഫെക്റ്റ് ആവുന്നത്. ഓക്കെ. അതേപോലെ തന്നെ നമ്മളുടെ ലൈഫ് ബ്രെത്ത്, ശ്വാസം എപ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്? ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ, വേർഷിപ്പ് ചെയ്യുമ്പോൾ. അതേപോലെ മനസ്സിന്റെ പെർഫെക്ഷൻ ഭഗവാന്റെ ദിവ്യലീലകളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുമ്പോൾ, അതിനെ സ്മരിക്കുമ്പോൾ. പെർഫെക്ഷൻ ഓഫ് സ്പീച്ച്, നമ്മളുടെ സ്പീച്ച്, അതിൻ്റെ പെർഫെക്ഷൻ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ, ഭഗവാന്റെ ഗുണങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ. ഇതാണ് പെർഫെക്ഷൻ ഓഫ് ഡിഫറെന്റ് ലിംസ്. അത് ആർക്കറിയുന്നതെന്ന് പറയുന്നത്? സ്വർഗവാസികൾക്ക്, ഹെവൻലി പ്ലാനറ്റ്സിലുള്ള വാസികൾക്കറിയാം. എന്താണ് ഇതിപ്പോൾ പറയാൻ കാരണം?
കുലശേഖർ ആൾവാർ അവരെ പറ്റി പറയാനെന്താ കാരണം? അവരെല്ലാം വിഷ്ണു ഭക്തന്മാരാണ്. അവർക്കറിയാം, നമുക്കറിയില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരും സകാമ ഭക്തന്മാരാണ്. അവരെല്ലാം വിഷ്ണു ഭക്തന്മാരാണ്, പക്ഷെ സകാമ ഭക്തന്മാരാണ്. എന്താണ്? അവർക്കും സെൻസ് എൻജോയ്മെന്റ് വേണം, ഇന്ദ്രിയ തൃപ്തി വേണം. പക്ഷെ നമ്മുടെ ഇവിടെ ഭൂമിയിലുള്ള എല്ലാവർക്കും അതറിയില്ല. വിഷ്ണു ആരാധന, എല്ലാവരും വിഷ്ണു ആരാധന ചെയ്യുന്നില്ല. പക്ഷെ ഇവർക്കറിയാം വിഷ്ണു ആരാധന നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരെല്ലാം വിഷ്ണു ഭക്തന്മാരാണ്, സുരന്മാരാണ്. സുരന്മാർ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തന്മാർ, അസുരന്മാർ പറഞ്ഞാൽ വിഷ്ണു ഭക്തന്മാരല്ല. അവർ ഡെമിഗോഡ് വേർഷിപ്പേഴ്സ് ആണ് അസുരന്മാർ. അപ്പോൾ ഈ വ്യത്യാസം, അപ്പോൾ ഇത് അപ്പൊ അവരെ ഒന്ന് കുലശേഖർ ആൾവാർ അവരെ ഗ്ലോറിഫൈ ചെയ്യാണ്. അതായത് അവർക്ക് അറ്റ്ലീസ്റ്റ് അറിയാം, സകാമ ഭക്തന്മാരാണെങ്കിലും അവർക്കറിയാം അവരുടെ പൊസിഷൻ. അവരെപ്പോഴും വിഷ്ണുവിനെ ആരാധിക്കുന്നു. പക്ഷേ അസുരന്മാര് വിഷ്ണുവിനെ ആരാധിക്കുന്നില്ല. അവർ അന്യ ദേവി ദേവതമാരെ. കാരണം എന്താണ്? എന്തിനാണ് അവർ വിഷ്ണുവിനെ ആരാധിക്കുന്നില്ല, പക്ഷെ ദേവി ദേവതമാരെ ആരാധിക്കാൻ കാരണം എന്താണ്? അവർ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി. അവർക്ക് പെട്ടെന്ന് അവരുടെ ആഗ്രഹം സബലീകരിച്ചു കൊടുക്കും, അവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ. ഓക്കെ, അന്യ ദേവി ദേവതമാരെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആ പ്രീതി സമ്പാദിച്ചു കഴിഞ്ഞാൽ, അതായത് ദേവി ദേവതമാരുടെ പ്രീതി സമ്പാദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം, ഇന്ദ്രിയ തൃപ്തിക്കുള്ള ആഗ്രഹങ്ങളെല്ലാം അവർ സബലീകരിച്ചു കൊടുക്കും. ഭഗവാൻ വിഷ്ണു അത് ചെയ്തു കൊടുക്കില്ല. യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. യോഗ്യത ഉണ്ടോ അതിനെ ദുരുപയോഗിക്കുകയോ ഉപയോഗിക്കുകയോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം വേണ്ടുന്ന വിധത്തിലേ കൊടുക്കുള്ളൂ. പക്ഷേ ബ്രഹ്മാവ്, ശിവൻ, മറ്റുള്ള ദേവതമാർ അങ്ങനെയല്ല, അവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ കൊടുക്കും. അതാണ് ഇവിടെ പറയുന്നത്. സോ ഈ അവരുടെ എല്ലാം അംഗങ്ങളും, അതായത് ബോഡ്ലി ലിംസും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഭഗവാൻ വിഷ്ണുവിന്റെ. So the word Divokasha refers to the Devas or demigods. These are devotees of Supreme Lord who inhabit the heavenly planets and enjoy a rare standard of sense gratification, which places them squarely within the material world as conditioned souls. അപ്പോൾ അവര് സ്വർഗലോകത്തിലാണെങ്കിലും കൂടിയിട്ട് ഈ പ്രപഞ്ചത്തിലാണ്, ഈ ഭൗതിക ലോകത്തിലാണ്. അവരും ബദ്ധാത്മാക്കളാണ് നമ്മളെ പോലെ. പക്ഷെ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം, അവർ എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആണ്, വിഷ്ണു ഭക്തന്മാരാണ്. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും അവരുടെ സൈഡ് പിടിച്ചിട്ട് അവരെ സഹായിക്കുന്ന അസുരന്മാരുടെ ഇതിൽ. അസുരന്മാരും ഭഗവാന്റെ മക്കളാണ്, പക്ഷെ ഡിസൊബീഡിയന്റ് ആണ് അവർ ഒബീഡിയന്റ് ചിൽഡ്രൻ അല്ല. ഭഗവാന്റെ അനുസരണ ഇല്ലാത്ത മക്കളാണ് അസുരന്മാർ. ദേവന്മാര് അനുസരണയുള്ള കുട്ടികളാണ്. ഈ വ്യത്യാസം എല്ലാം ഭഗവാന്റെ മക്കൾ തന്നെയാണ്. അസുരന്മാരും അസുരന്മാരും മൃഗങ്ങളും മനുഷ്യരും എല്ലാം ഭഗവാന്റെ മക്കളാണ്. അപ്പോൾ അവരും ബദ്ധാത്മാക്കളാണ്, പക്ഷെ അവര് കോൺഫിഡൻഷ്യൽ ഡിവോട്ടീസ് ആണ്. യൂണിവേഴ്സൽ അഫയേഴ്സിൽ ഭഗവാനെ സഹായിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഒരു കമ്പനിയിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഉണ്ട്, അല്ലെ, മാനേജേഴ്സ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അവരെല്ലാം കമ്പനി മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. സാധാരണ വർക്കേഴ്സ് അങ്ങനെയല്ല. അപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതേസമയം അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, ആ ഒരു ഇതുള്ളൂ. അപ്പോൾ പക്ഷേ അവർ ഇവിടെ ബദ്ധാത്മാക്കളാണ്. ഉപരിതലത്തിലാണെങ്കിലും കൂടിയിട്ട് അവരും ഈ പ്രപഞ്ചത്തിലും തന്നെയാണ്. അത് ആ ബ്രഹ്മഭുവനാ ലോക പുനർ ആവർത്തുന്ന അർജുന മാം ഉപേത്യത് കൗന്ദേയ പുനർജന്മന വിദ്യത എന്ന് പറയും. ആ ബ്രഹ്മലോകം മുതൽക്ക് താഴെ പാതാളം വരെ എല്ലാവരും പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു. ജന്മമൃത്യു ജരാവ്യാധി കൂടെ കടന്നുകൊണ്ടേയിരിക്കുന്നു. ആർക്കും ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവിടുത്തെ ആസ്വാദനം ഇവിടുത്തെ ആസ്വാദനം, മുകളിൽ പോകും തോറും ആസ്വാദനം കൂടും, വ്യാധി കുറയും, അത്രേ ഉള്ളൂ. ലൈഫ് സ്പാനും കൂടും. പലതരത്തിലും ഇവിടുത്തെ ലോകം ഉപരിലോകം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എങ്കിലും അത് ഈ വിത്തിൻ ദ സെയിം ബ്രഹ്മാണ്ടം, വിത്തിൻ ദ യൂണിവേഴ്സ്, ഭൗതിക ലോകത്തിൽ വരും എന്നർത്ഥം.
But because they are staunch followers of Lord Vishnu, he always protects them. ഉണ്ട് അവരെ വിഷ്ണു ഭക്തന്മാരാണ്, staunch followers ആണ്. അപ്പൊ എല്ലാ സമയത്തും ഭഗവാൻ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുക? മറ്റുള്ളവരെക്കാട്ടിലും കാണിച്ചാൽ തന്നെ അനുസരിച്ച് തൻ്റെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്നുണ്ട്. എപ്പോഴും അവരെ സൈഡ് നിൽക്കും, അവരെ സംരക്ഷിക്കാറുണ്ട്. Being Vishnu's followers, they are usually victorious in their battles with the demons who frequently threaten to possess the heavenly kingdom. അപ്പോൾ അസുരന്മാരും സുരന്മാരായിട്ടുള്ള ആ യുദ്ധത്തിൽ എപ്പോഴും ഭഗവാൻ ആരെയാണ് സഹായിക്കുക? സുരന്മാരെ. പലതവണയും ഭഗവാൻ അസുരന്മാരെ ഇന്ദ്രന്റെ ലോകം കയ്യേറാറുണ്ട് അല്ലേ? ഇന്ദ്രലോകത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഇന്ദ്രലോകത്തിൽ നിന്ന് ഇന്ദ്രനെ ഓടിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഇന്ദ്രൻ ആരെയാണ് ചെന്ന് അഭയം പ്രാപിക്കുക? വിഷ്ണുവിനെ. വിഷ്ണുവിന്റെ സഹായത്തോടുകൂടിയാണ് വീണ്ടും അവർക്ക് ആ സ്ഥാനം കിട്ടുന്നത്. ഇവൻ ഭാഗവതത്തിൽ പറയുന്നില്ലേ, എന്താണ്, ഇന്ദ്രാരി വ്യാകുലം ലോകം വിഴന്തി യുഗേ യുഗേ. ഇന്ദ്രാരി വ്യാകുലം ലോകം, അതായത് ഇന്ദ്രന്റെ ശത്രുക്കളെ കൊണ്ട് ഈ ലോകം വ്യാകുലപ്പെടുകയാണ്. അപ്പൊ അവരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇവിടെ യുഗയുഗാന്തരം വരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ അസുരന്മാരും ഭഗവാന്റെ തന്നെ മക്കളാണ്. അപ്പോ അവരോട് യുദ്ധം ചെയ്തിട്ടാണ് ഭഗവാൻ ഇവർക്ക് ഈ സ്ഥാനം തിരിച്ചു കൊടുക്കുന്നത്. ആ യുദ്ധം ചെയ്യുമ്പോൾ ദ്വേഷം കൊണ്ടാണോ? അല്ല. വിദ്വേഷം കൊണ്ടാണോ? അല്ല. പക്ഷെ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അവരോട് യാതൊരു ഗ്രജ്ജുമില്ല ഭഗവാന്, ഒരു വിദ്വേഷവും ഇല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചും അങ്ങനെയല്ല. ഭൗതിക തലത്തില് രണ്ട് ആൾക്കാർ തമ്മിൽ ഫൈറ്റ്, ഒരു യുദ്ധം നടന്നാൽ അവർക്ക് ഭയങ്കര വെറുപ്പും വിദ്വേഷവും ഹേട്രഡൊക്കെ ഉണ്ടായിരിക്കും, ഗ്രഡ്ജ് ഉണ്ടായിരിക്കും. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ അവരുടെ റെക്ടിഫിക്കേഷന് വേണ്ടി, അവരെ റിഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ട് യുദ്ധം ചെയ്യുന്നതും ഇങ്ങനെ പല ധർമ്മസങ്കടത്തിലും അവരിടുന്നു. കാരണം അവരെ റെക്ടിഫൈ ചെയ്യാൻ, റിഫോം ചെയ്യാൻ വേണ്ടി, നല്ല ഭക്തന്മാരാവാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പറയുന്നത്, ഫ്രീക്വന്റ്ലി ത്രെട്ടൻ ടു പൊസസ് ദ ഹെവൻലി കിങ്ഡം. അപ്പൊ സ്വർഗലോകത്തിന് വേണ്ടിയിട്ട് ഇവർ എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അസുരന്മാരെ. സുരന്മാർക്ക് ചില സമയത്ത് അവർക്ക് ശക്തി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവരെ സഹായിക്കാൻ ആരാണ്? ഭഗവാൻ. ഈവൻ സമുദ്രമന്ഥനം അല്ലേ? സമുദ്രമന്ഥനത്തില് ഭഗവാൻ ഏത് സൈഡ് എടുത്തത്? സുരന്മാരുടെ അല്ലെ? മോഹിനിമൂർത്തിയായിട്ട് വന്നിട്ട് ആരുടെ സൈഡ് എടുത്തു? അപ്പോഴും സുരന്മാരുടെ. അപ്പൊ എല്ലാ സമയത്തും സുരന്മാരായ വിഷ്ണു ഭക്തന്മാരെയാണ് ഭഗവാൻ രക്ഷിക്കുക. കാരണം അവര് അനുസരണയുള്ള ആൾക്കാരാണ്, മറ്റൊരു അനുസരണ ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മുടെ വീട്ടിൽ തന്നെ മക്കളുണ്ട്, 2-3 കുട്ടികളുണ്ട്. അപ്പൊ അനുസരണയുള്ള കുട്ടികളോട് കൂടുതൽ ഒരു ഇഷ്ടം അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായിരിക്കും. മറ്റേ കുട്ടിയുടെ ഇഷ്ടമില്ല എന്നല്ല, അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശാസിക്കും. അപ്പൊ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പറയും എന്നോട് ഇഷ്ടമില്ല, ചേട്ടനോടാണ് ഇഷ്ടം എന്നൊക്കെ പറയും. അപ്പൊ കുട്ടിയോട് അത് ഇഷ്ടക്കുറവല്ല, അവരുടെ ആ അനുസരണക്കേട് കാരണമാണ്. അവരെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചാസ്റ്റൈസ് ചെയ്യും, ശകാരിക്കുകയൊക്കെ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, അതന്നെ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, സമോഹം സർവഭൂതേഷു നമേ ദേശോസ്തി നാ പ്രിയ ഏ ഭജന്തി തു മാം ഭക്തിയാ മയി തേ തേഷു ചാപ്യൻ. സമോ അഹം സർവഭൂതേഷു, എല്ലാവരോടും എനിക്ക് സമഭാവനയുണ്ട്. ഒരാളോട് കൂടുതൽ പ്രിയമില്ല, ഒരാളോട് കൂടുതൽ വെറുപ്പുമില്ല. എല്ലാവരോടും സമമാണ്. അത് ഏത് ശരീരം ധരിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, മനുഷ്യനോ മൃഗമോ പക്ഷികളോ കൃമികീടങ്ങളോ വൃക്ഷങ്ങളോ ഏത് ശരീരം ധരിച്ചവരായിക്കോട്ടെ, ആ ആത്മാവിനെ എല്ലാവരോടും സമഭാവനയോടെയാണ് ഭഗവാൻ നോക്കുന്നത്. ഏ ഭജന്തി തു മാം ഭക്തിയാ മയി തേ തേഷു ചാപി. പക്ഷെ എന്നെ ഭജിക്കുന്നവൻ, എന്നെ ആരാധിക്കുന്നവൻ, എന്നെ അനുസരിക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചിട്ട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കും തൻ്റെ മക്കളോട്, അനുസരണയുള്ള മക്കളോട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കും, അവരെ ശകാരിക്കും. കാരണം അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു പാർഷ്യാലിറ്റി അല്ല, അത് പാർഷ്യാലിറ്റി കാണാനും പാടില്ല. So King Kulashekara mentions the Devas not because of their material opulence, but because of the good quality of rendering devotional service to Lord Hari.
എന്താണ് കുലശേഖര ആൾവാർ ദേവന്മാരെ ഇവിടെ പരാമർശിക്കുന്ന കാരണം അവരുടെ ഐശ്വര്യം കണ്ടിട്ടല്ല, അവരുടെ ഡിവോഷണൽ സബ്മിഷൻ ടു ദ സുപ്രീം ലോർഡ് ഹരി, ഡിവോഷണൽ സബ്മിഷൻ, അവരുടെ സമർപ്പണ ഭാവം, ഭഗവാൻ വിഷ്ണുവിനോടുള്ള സമർപ്പണ ഭാവം കണ്ടിട്ടാണ് ഇവിടെ അവരുടെ ഒരു എക്സാമ്പിൾ ഇവിടെ കിങ് കുലശേഖര പറയുന്നത്. So the residents of the heavenly planets are not like the people of the earth, where in Kali Yuga the philosophy of God is dead, predominates, and the ideas of atheists like Darwin, Marx, and Freud are highly influential in all affairs. അപ്പോൾ അവിടെ പൊല്യൂട്ടഡ് അല്ല, ഉപരി ലോകത്തില് സ്വർഗലോകത്തില് ഒരു പൊല്യൂട്ടഡ് മൈൻഡും ഇല്ല. ഇവിടെ കലികാലത്തിൽ എസ്പെഷ്യലി ഭൂമിയിലെ എല്ലാവരും പൊല്യൂട്ടഡ് ആണ്. കാരണം എന്താണ് പറയുന്നത്? ഗോഡ് ഈസ് ഡെഡ്, ഗോഡ് ഈസ് ഡെഡ്. ഭഗവാൻ ഇല്ല, അഥവാ ഭഗവാൻ ഉണ്ടെങ്കിൽ തന്നെ ഭഗവാൻ മരിച്ചു പോയെന്നാണ്. അതാണ് അവരുടെ ഫിലോസഫി ഈ കലിയുഗത്തിൽ എസ്പെഷ്യലി. അവിടെ അങ്ങനെയൊന്നുമില്ല, അവിടെ എത്തിസ്റ്റ് എല്ലാം ഭഗവാനെ ആരാധിക്കുന്നവർ, വിഷ്ണുവിനെ മാനിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവിടെ കലികാലത്തിൽ എസ്പെഷ്യലി നമ്മുടെ ഭൂമിയിലെ അസുരന്മാർ, രാക്ഷസന്മാർ, ആ രാക്ഷസന്മാരുടെ ആകൃതിയിലല്ല, രൂപത്തിലല്ല, സ്വഭാവത്തിലാണ് ഞാൻ പറയുന്നത്. സ്വഭാവത്തിൽ മിക്ക ആൾക്കാരും രാക്ഷസന്മാരാണ്, അസുരന്മാരാണ്. സോ ഗോഡ് ഈസ് ഡെഡ് പ്രിഡോമിനേറ്റ്സ് ആൻഡ് ദ ഐഡിയാസ് ഓഫ് എത്തിസ് ലൈക്ക്. എന്താണ് കാരണം? എത്തിസ്, നാസ്തിക് ആരാണ്? ഉദാഹരണം പറയുന്നത് ഇവിടെ ഭൗതിക ലോകത്തില് ഡാർവിൻ, മാർക്സ് ആൻഡ് ഫ്രോയിഡ് ആർ ഹ്യൂജ്ലി ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഓൾ അഫയേഴ്സ്. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ശാസ്ത്രത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കുറവാണ് അല്ലേ? നമ്മുടെ വേദഗ്രന്ഥങ്ങളിലെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. കൂടുതൽ അവർ ഫോളോ ചെയ്യുന്ന മെറ്റീരിയൽ സയൻറ്റിസ്റ്റാണ്, മെറ്റീരിയലി ഓറിയൻറ്റഡ് പേഴ്സണാലിറ്റീസ്. അവർക്ക് കുറച്ച് പേരും പ്രശസ്തി ഉണ്ടെങ്കിൽ അവരെ പിന്നാലെ അവർക്ക് ഫോളോവേഴ്സ് അല്ലേ, അവരുടെ പേരിൽ ഫാൻ ക്ലബ്ബ്, അവരെ ലീഡറാക്കി, അവർ തൻ്റെ റോൾ മോഡലാണ്, അങ്ങനെ അവരുടെ പിന്നാലെ നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെ ഭഗവാൻ പല അവതാരങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഭാരതഭൂമിയിൽ ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങളുണ്ട്. എന്തെല്ലാം സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസാണ് അവർ ചെയ്തിരിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ, അതൊന്നും പഠിക്കാതെ സാധാരണ മോർട്ടൽ ബീയിങ്സിനെ റോൾ മോഡലാക്കുന്നു അല്ലേ? ശ്രീരാമ ഭഗവാൻ മര്യാദ പുരുഷോത്തമാണ്. ആ മര്യാദ പുരുഷോത്തമന്റെ ആ രാമായണത്തിൽ നിന്ന് എന്തെല്ലാം ഗുണങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും? അതൊന്നും പഠിക്കാതെ സാധാരണ ജസ്റ്റ് മിയർ മോർട്ടൽ ബീയിങ്സ്, യാതൊരു വക ഒരു നല്ലൊരു സ്വഭാവമോ മാനേഴ്സോ ഒരു കൾച്ചറോ ഇല്ലാത്ത ആൾക്കാരെയാണ് ഇന്ന് റോൾ മോഡലാക്കിയിട്ട് ആൾക്കാർ അവരെ പിന്തുടരുന്നത്. ശ്രീരാമ ഭഗവാന്റെ ലീലകളിൽ നിന്ന്, കൃഷ്ണ ഭഗവാന്റെ ലീലകളിൽ നിന്ന്, അങ്ങനെ അനേകം ആചാര്യന്മാർ അവരുടെ ആക്ടിവിറ്റീസ് നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. അതൊന്നും ആരും ചർച്ച ചെയ്യില്ല, അതൊന്നും അവരെ ആരും ഫോളോ ചെയ്യില്ല. എത്രയോ ആചാര്യന്മാരുണ്ട്, ശങ്കരാചാര്യര്, രാമാനുജാചാര്യര്, ചൈതന്യ മഹാപ്രഭു, മാധവാചാര്യര്, അങ്ങനെ ഒരുപാട് ആചാര്യന്മാരുണ്ടല്ലേ. എത്ര പരമഹംസാസായിട്ടുള്ള ഡിവോട്ടീസ് ഉണ്ട്, അവരൊന്നും ഫോളോ ചെയ്യില്ല. നേരെ മറിച്ച് സാധാരണ പൊളിറ്റീഷ്യൻസ്, ഫിലിം പേഴ്സണാലിറ്റീസ്, സ്പോർട്സ് പേഴ്സണാലിറ്റീസ്, ഇങ്ങനത്തെ ആൾക്കാരെയാണ് മിക്ക ആൾക്കാരും ഫോളോ ചെയ്യുന്നത്. അതാണ് ഇവിടെ കുലശേഖര ആൾവാറിന്റെ, അതായത് എസ്പെഷ്യലി ഈ പർപ്പോട്ടില് സത്സ്വരൂപ ഗോസ്വാമി പറയുന്നത്. So where in Kali Yuga the philosophy of God is dead predominates, and the ideas of atheists like Darwin, Marx and Freud are hugely influential in all affairs. Although the Devas have access to very advanced forms of technology and possess mystic powers, their faith in Lord Vishnu remains pure. അവർക്ക് ഒരുപാട് യോഗസിദ്ധികളുണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് യോഗസിദ്ധികളുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മളുടെ സയൻസ് ടെക്നോളജിക്ക് വളരെ അഡ്വാൻസ് ആയി, അവർക്ക് പലതും ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും പല നോളജും ഉണ്ട് എന്നൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നെങ്കിലും ഇവരെ പോലുള്ള ആ ടെക്നോളജിക്കൽ സയൻറ്റിഫിക് അഡ്വാൻസ്മെന്റ് ആർക്കുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10, 200, 300, 400, 500 വർഷം മുമ്പേ, അല്ലെങ്കിൽ 1000 വർഷം മുമ്പേ, 2000 വർഷം മുമ്പേ അവരുടെ അന്ന്
സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റീസ്, സയൻസ്, മെറ്റീരിയൽ സയൻസിൻ്റെ, മെറ്റീരിയൽ ടെക്നോളജിയുടെ ഒക്കെ അഡ്വാൻസ്മെന്റ് അന്നില്ല. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1000, 2000, 3000 വർഷം മുമ്പേ പിന്നോക്കം പോവുകയാണെങ്കിൽ അന്നത്തെ ഓരോ ജസ്റ്റ് ഒരു 1 എക്സാമ്പിൾ എടുത്താൽ മതി. ആർക്കിടെക്ചർ, സ്ഥാപത്യ ശാസ്ത്രം, നമ്മളുടെ ക്ഷേത്രങ്ങൾ, എത്രയോ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ അതിൻ്റെ ആർക്കിടെക്ചർ മാർബൽ അല്ലേ, അത് നമ്മൾ കണ്ടു നോക്കിയാൽ ഇന്നത്തെ ഒരു ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ടെമ്പിൾ ഉണ്ടാക്കാൻ പറ്റും? ഇത്രയും അഡ്വാൻസ് ടെക്നോളജിൻ്റെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അത്രയും മാർവലസ് ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് അന്നുണ്ടായിരുന്നത്. യാതൊരു സയൻറ്റിഫിക്, അതായത് സോ കോൾഡ് മെറ്റീരിയൽ ആൻഡ് സയൻറ്റിഫിക് അഡ്വാൻസ്മെന്റ് ഇല്ലാത്ത ഒരു കാലത്തെ അന്ന് എങ്ങനെ ഇതെല്ലാം അവർ സാധിച്ചെടുത്തു? കാരണം അന്നത്തെ കാലത്തും വേദങ്ങളിൽ ഇതിൻ്റെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിൽ ഉള്ളതാണ്. അതൊക്കെ ആസ്ട്രോണമി, ആസ്ട്രോളജി, സ്ഥാപത്യശാസ്ത്രം, കോസ്മോളജി, മെഡിക്കൽ സയൻസ്, ഡിഫൻസ്, പൊളിറ്റിക്സ്, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം വന്ന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ കാലത്തെയാണ് അവർ പറയുന്നത് സ്റ്റോൺ ഏജ് പറയുന്നത്. അന്ന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്നു. അന്ന് ന്യൂക്ലിയർ വെപ്പൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം മന്ത്രശക്തി കൊണ്ടാണ് അവർ ചെയ്തിരുന്നത്. മെഡിറ്റേഷൻ കൊണ്ട് അവർ ആ ശക്തി ആർജിച്ചെടുക്കും. ഭഗവാൻ അവർക്ക് ശക്തി കൊടുക്കും. അവർക്ക് നോളജ് കിട്ടുന്നത് എങ്ങനെയാണ്? മെഡിറ്റേഷനിൽ കൂടെ, ഭഗവാൻ അനുഗ്രഹം കൊണ്ട്. ബ്രഹ്മാവിന് 4 ശ്ലോകത്തിലാണ് ഭഗവാൻ കംപ്ലീറ്റ് വേദങ്ങൾ പറഞ്ഞു കൊടുത്തത്. അതാണ് ചതുർശ്ലോകി ഭാഗവതം അല്ലേ. അപ്പോൾ അതിന്ന് എക്സ്പാൻഡ് ചെയ്താണ് കംപ്ലീറ്റ് വേദങ്ങൾ, കംപ്ലീറ്റ് സ്ക്രിപ്റ്റേഴ്സ്. ഇത് എങ്ങനെ സാധിച്ചു? ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ ഡയറക്റ്റ്ലി ഇമ്പാർട്ട് ചെയ്യാണ് ഈ നോളജ്. തപോബലം കൊണ്ട്, അവരുടെ ഓസ്റ്ററിറ്റീസ് കൊണ്ട് ഭഗവാൻ ഇമ്പാർട്ട് ചെയ്യാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളുടെ സ്വന്തം കഴിവുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, R&D ചെയ്തിട്ടാണ്. ഭഗവാൻ അനുഗ്രഹം ഇല്ല. അപ്പം നമ്മളുടെ സ്വന്തം കഴിവിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് നമ്മുടെ സ്വന്തം കഴിവിൻ്റെ ലിമിറ്റേഷൻസ്? അതിൻ്റെ ഫ്ലോസ് എന്താണ്? നമ്മളുടെ കഴിവിൻ്റെ പ്രഭു 4 ന്യൂനതകളാണോ? 4 ന്യൂനതകള്. തെറ്റുപറ്റും, ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, ഇംപെർഫെക്റ്റ് സെൻസസ്, ഇലൂഷൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വന്തം എക്സ്പെരിമെന്റ് ചെയ്തിട്ട്, റിസർച്ച് ചെയ്തിട്ട് കിട്ടുന്ന ആ അറിവൊന്നും 100% ശരിയായിക്കൊണ്ടെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ നേരെ മറിച്ച് ഭഗവാന്റെ മേഴ്സി കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ നോളജ് വിത്തൗട്ട് എനി ഫ്ലോ, ഒരു തെറ്റുമില്ലാതെ 100% അത് കറക്റ്റായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ആൾദോ ദ ദേവാസ് ഹാവ് ആക്സസ് ടു വെരി അഡ്വാൻസ് ഫോംസ് ഓഫ് ടെക്നോളജി. അവരും ഇതേപോലെ വളരെ അഡ്വാൻസ് ഫോം ഓഫ് ടെക്നോളജിക്ക് അവർക്കറിയാം. അവരൊക്കെ ഏത് ഫോം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്വർഗലോകത്തിലെ ദേവേന്ദ്രന് അദൃശ്യമായിട്ട് സഞ്ചരിക്കാൻ പറ്റും. ഏത് രൂപം വേണമെങ്കിൽ എടുക്കാൻ പറ്റും. നമുക്കത് പറ്റുമോ? നമുക്കെടുക്കാൻ പറ്റുമോ? നമ്മുടെ പണ്ടൊക്കെ കേട്ട ഒടിയൻ ഒക്കെ, അതൊക്കെ ഒടിഞ്ഞു പോയി അല്ലേ? ഒരു ഒടിയനും ഇല്ല. പല രൂപമൊക്കെ എടുക്കും നമുക്ക്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്നും കാര്യമില്ല. പക്ഷെ ദേവന്മാർക്ക് ഏത് രൂപം വേണമെങ്കിൽ വരാം. ദേവന്മാർക്ക് ഇവിടെ വരാം. അവരുടെ ഫോമിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഏതെങ്കിലും രൂപം എടുത്തിട്ട് നമുക്ക് വരാൻ പറ്റും, ഇവിടെ വരാൻ പറ്റും. അപ്പോൾ നമുക്ക് അവരെ കാണുന്നുണ്ടെങ്കിൽ അവർ ഗ്രോസ് ആയിട്ടുള്ള ഒരു രൂപത്തിൽ വന്നാലേ നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. നമ്മളെപ്പോലുള്ള ഗ്രോസ് ഫോംസ് അല്ല, അവർ സട്ടിൽ ഫോംസ് ആണ്. അവർക്ക് അദൃശ്യമായ നടക്കാൻ പറ്റും, ഏത് വേണമെങ്കിൽ രൂപം എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ള ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. ഈവൻ അവരും കൂടിയും വിഷ്ണുവിനെ മാനിക്കുന്നു, വിഷ്ണുവിനെ സ്വീകരിക്കുന്നു, വിഷ്ണുവിനെ ആരാധിക്കുന്നു. അവർക്കറിയാം വിഷ്ണു ഭഗവാനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. പക്ഷെ ഇന്നത്തെ സോ കോൾഡ് മെറ്റീരിയൽ ഹൈ ബീയിങ്സ്, ഡാർവിൻ, മാർക്സ് എന്നുള്ള ആൾക്കാരൊക്കെ എന്താണ്, അവര്
നാസ്തിക്കായിട്ട് ഭഗവാൻ ഇല്ല, ഭഗവാൻ ഈസ് ഡെഡ്, ഗോഡ് ഈസ് ഡെഡ് എന്നുള്ള പ്രചാരണങ്ങളാണ് രംഗത്ത് വരുന്നത്. സോ ബൈ ദ ഗ്രേസ് ഓഫ് ലോർഡ് ചൈതന്യ, even the people of the earth planet, although unqualified in many ways, can also approach Lord Krishna in devotional service. ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപാകടാക്ഷം കൊണ്ട് നമ്മുടെ പോലുള്ള ആൾക്കാർക്ക് ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കാനുള്ള ഒരു അവസരം തന്നു. അതിനുള്ള യോഗ്യത നമുക്കില്ല കലികാലത്തിൽ. എങ്കിൽ കൂടിയും അത് ചൈതന്യ മഹാപ്രഭുയുടെ ആ കൃപാകടാക്ഷം, കനുവ് മാത്രമാണ് നമുക്ക് കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസിൽ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റുന്നത്. യോഗ്യത ഇല്ലെങ്കിൽ കൂടിയിട്ട് അത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു കാരുണ്യമാണ്. Indeed, Lord Chaitanya is so magnanimous that he has given the residents of earth a great advantage over the demigods. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാംനെ ഗൗരവത്തിസേന. മഹാവദന്യായ, മോസ്റ്റ് മാഗ്നാനിമസ്, മോസ്റ്റ് മേഴ്സിഫുൾ. എന്താണ് ചൈതന്യ മഹാപ്രഭുവിനെ മാഗ്നാനിമസ്, മേഴ്സിഫുൾ എന്ന് പറയാൻ കാരണം? കൃഷ്ണ പ്രേമപ്രദായത, കൃഷ്ണപ്രേമമാണ് നമുക്ക് തരുന്നത്. അത് പാത്ര അപാത്രത്തേക്ക്, അത് യോഗ്യത ഉണ്ടോ യോഗ്യത ഇല്ല ഒന്നും നോക്കുന്നില്ല, വിളിച്ചു കൊടുക്കുകയാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ടേക്ക് ഇറ്റ്. നമ്മൾ തയ്യാറല്ല. നമുക്ക് വെറുതെ തരുമ്പോൾ വേണ്ട, നമുക്ക് വേണ്ട, നല്ലത് വേണ്ട. നമുക്ക് ഒരുപാട് മറ്റുള്ള, അതായത് സെൻസ് ഗ്രാറ്റിഫിക്കേറ്ററി ആക്ടിവിറ്റീസിനുള്ള ഒരുപാട് അവസരങ്ങൾ വഴിയുണ്ട്. അത് മതി, നല്ലത് വേണ്ട. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറയാം, അവിടെ ഒരു TV നല്ല 75% ഡിസ്കൗണ്ട് റേറ്റിന് കിട്ടുകയാണ് പറഞ്ഞാൽ എല്ലാവരും ഓടിപ്പോവില്ലേ? കാരണം അത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആണ്. ഇവിടെ ഭഗവാൻ പറയാണ് ഫ്രീ ആയിട്ട് കൃഷ്ണ പ്രേമം തരാണ്, ആർക്കും വേണ്ട. അതാണ് കലികാല വൈഭവം. നമുക്ക് മുക്തിക്കുള്ള വഴി ഒരുക്കി തരാണ് ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും, അതാർക്കും വേണ്ട. അപ്പൊ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, എൻ്റെ പൂന്തോട്ടത്തിൽ ഒരുപാട് പ്രേമഫലങ്ങളുണ്ട്, കൃഷ്ണപ്രേമം കൊടുക്കാനുണ്ട്. ഞാൻ ഒരുത്തൻ മാത്രം എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കൂ, എല്ലാവർക്കും എത്തിക്കൂ, എല്ലാവർക്കും കൊടുക്കൂ പറഞ്ഞിട്ടാണ് ചൈതന്യ മഹാപ്രഭു എല്ലാവരോടും, നിത്യാനന്ദ പ്രഭുവിനോടും ഹരിദാസ് ഠാക്കൂറോടും മറ്റുള്ള എല്ലാ അനുയായികളോടും പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ദിസ്. അത് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഗോ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫ്രീലി. ഇപ്പോൾ ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്. സോറി, അതല്ല അവിടെ വായിച്ചത്. ദാറ്റ് അഡ്വാൻറ്റേജ് ഈസ് സങ്കീർത്തന. എന്താണ് നമുക്ക് തന്നിട്ടുള്ള ആ സ്പെഷ്യൽ ഒരു പ്രോസസ്സ്? നാമസങ്കീർത്തനം, ദ കോൺഗ്രിഗേഷണൽ ചാൻഡിങ് ഓഫ് ദ ഹോളി നെയിംസ് ഓഫ് ഗോഡ്. ബിക്കോസ് ഓഫ് ദിസ് ഗ്രേറ്റ് അഡ്വാൻറ്റേജ്, ദ എർത്ത് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു അച്ചീവ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ്, ഗോയിങ് ബാക്ക് ടു ദ എറ്റേണൽ സ്പിരിച്വൽ വേൾഡ് ആസ് സ്റ്റേറ്റഡ് ഇൻ ദ ശ്രീമദ് ഭാഗവതം. കലികാലത്തിൽ നമ്മൾക്ക് ഭഗവാന്റെ നാമം ഉച്ചരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ കൂടിയില്ല, എന്നിട്ടും കൃഷ്ണപ്രേമം വരെ തരാൻ ഒരുക്കമാണ് ചൈതന്യ മഹാപ്രഭു. അത്രയും കൽമശങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ അപ്പോൾ നമ്മൾ 1000 കൈകൊണ്ട് തൊഴുകണം. സോ സിൻസ് ദ ഹ്യൂമൻ ഫോം ഓഫ് ലൈഫ് ഈസ് ദ സബ്ലൈം പൊസിഷൻ ഫോർ സ്പിരിച്വൽ റിയലൈസേഷൻ, ഓൾ ദ ഡെമിഗോഡ്സ് in heaven speak in this way. How wonderful it is for these human beings to have been born in the land of Bharatavarsha, the earth. അപ്പോൾ സ്വർഗലോകത്തിലുള്ള ഡെനിസൻസ് പറയാണ്, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർ എത്ര ഭാഗ്യവന്മാരാണ്. കാരണം അതും ഭൂമിയിലെവിടെ? ഭാരതവർഷത്തില്. ഭാരതവർഷത്തിൽ ജനിച്ച ആൾക്കാർ അത്രയും ഭാഗ്യവന്മാരാണ്. കാരണം വെച്ചാൽ അവിടെയാണ് എല്ലാ അവതാരങ്ങളും, മിക്ക അവതാരങ്ങളും അവിടെയാണ്. അതിനും ഉപരി ചൈതന്യ മഹാപ്രഭു സ്വയം കൃഷ്ണൻ അവതരിച്ചത് ഇവിടെയാണ്, ഭാരതത്തിലാണ്. ആ ചൈതന്യ മഹാപ്രഭു നമുക്ക് വളരെ സരളമായിട്ടുള്ള ഒരു പ്രോസസ്സും തന്നു, നാമസങ്കീർത്തനം. സോ ദേ മസ്റ്റ് ഹാവ് എക്സിക്യൂട്ടഡ് pious acts of austerity in the past, or the supreme personality of God himself must have been pleased with them. അപ്പോൾ അവർക്ക് ഇത്ര ഭാഗ്യം കിട്ടാൻ കാരണം എന്താണെന്ന് ദേവന്മാർ പറയാണ്. അത്രയും അവർ സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ മുമ്പത്തെ ജന്മത്തിൽ. അതുകൊണ്ടാണ് ഭാരതവർഷത്തിലേക്ക്
അവർക്ക് ജന്മം കിട്ടാനും ഈ ഭക്തി സേവനം അനുഷ്ഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് അത്രയും ഭാഗ്യം കൊണ്ടാണെന്ന് അവർ പറയുന്നു. അവരും ആഗ്രഹിക്കുന്നു ഇവിടെ ഭൂമിയിൽ വന്ന് ജനിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ അത്രയും സരളമായിട്ടുള്ളൊരു പ്രോസസ്സ് വേറെ എവിടെയില്ല. കാരണം അവർക്കത് ചെയ്യാൻ പറ്റാതെ കാരണം അത്രയും ഓപ്പുലൻ്റ് ആയിട്ടുള്ളൊരു ജീവിതം, അത്രയും ഒരു ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി, ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ അവസരമുള്ളപ്പോൾ അവർക്കും ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു ഭക്തി സേവനം ചെയ്യാൻ അവിടെ പറ്റില്ല, ആഗ്രഹമുണ്ടെങ്കിലും കൂടിയിട്ടും. അത്രയും ഓപ്പുലൻ്റ് ലൈഫാണ്. അതുകൊണ്ട് ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തന്മാരായിട്ട് പോലും അവർക്ക് ഇവിടെ ജന്മം കിട്ടണം എന്നാണ് അവരുടെ ആഗ്രഹം. ഭാരതവർഷ. So otherwise, how could they engage in devoted service in so many ways? പല വിധത്തിലും നമുക്ക് ഇവിടെ ഭൂമിയിലെ ഡിവോഷൻ സർവീസ് ചെയ്യാൻ പറ്റും, ഭക്തി സേവനം ചെയ്യാൻ പറ്റും. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാസവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, പലതരത്തിലുള്ള പ്രോസസ്സും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. We demigods can only aspire to achieve human birth in Bharatavarsha to execute devoted service, but these human beings are already engaged there. അപ്പോൾ എന്താണ് അവരുടെ ആഗ്രഹം? ഇത് ഭാരതഭൂമിയിലെ ജനിക്കാൻ അവർക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഈ സാധാരണ മനുഷ്യര് ഭാരതവർഷത്തിൽ ജനിച്ച ആൾക്കാരെ ഓൾറെഡി അവർ ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. At one time, the whole world was known as Bharatavarsha, but now only India is known by that name. അപ്പോൾ ഭാരതവർഷ എന്നാണ് മുമ്പ്. ഇന്ത്യ എന്നൊക്കെ വളരെ റീസെൻ്റ്ലി ബ്രിട്ടീഷുകാർ വന്ന ശേഷം തന്നിട്ടുള്ള പേരാണ്, അതൊന്നും ഒറിജിനൽ പേരല്ല. So India is cited as the best place to achieve self-realization because it was in India that many acharyas and incarnations of Krishna appeared. As it is in India that the tradition of devotional service to the Lord remains strong. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അവതാരങ്ങളും, ഓക്കെ, എസ്പെഷ്യലി ഏത് അവതാരങ്ങള്? പരശുരാമ, രാമ, കൃഷ്ണ ബലരാമ, ബുദ്ധ, ഇനി വരാൻ പോകുന്ന കൽക്കി, ഇതെല്ലാം നമ്മുടെ ഭാരതവർഷത്തിലാണ്. ആദ്യത്തെ 10 അവതാരങ്ങളിൽ ആദ്യത്തെ 5 അവതാരങ്ങൾ മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, വാമന, ഇതൊന്നും ഭൂമിയിലുണ്ടായതല്ല, മറ്റു ലോകങ്ങളിലാണ് അവരുടെ അവതാരങ്ങൾ. പക്ഷേ പരശുരാമൻ, രാമൻ, കൃഷ്ണ ബലരാമൻ, ബുദ്ധൻ, ഇതെല്ലാം ഇവിടെ ഭാരതഭൂമിയിലാണ്. ആചാര്യന്മാര്, എത്ര ആചാര്യന്മാരാണ് അല്ലേ? എത്ര ആചാര്യന്മാരാണ് നമ്മുടെ ഭാരതഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗ്യന്മാർ ആർക്കാ കിട്ടിയിരിക്കുന്നത്? So from all points of view, Bharatavarsha is a special land where one can very easily understand the process of devotional service and adopt to make his life successful. Lord Chaitanya has further encouraged the residents of Bharatavarsha to make themselves successful in devotional service and then preach throughout the world. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ്, എന്താണ് ആ ശ്ലോകം? ചൈതന്യ ചര ഭാരതഭൂമിയിലെ എന്താണ്? ഹയ ജന്മ യാര ജന്മ സാർത്ഥക കരി കര ഉപകാര. അറിയോ അത് ശ്ലോകം? അറിയില്ല. ഭാരതഭൂമിയുടെ ഹൈല മനുഷ്യ ജന്മ യാര ജന്മ സാർത്ഥക കരി കര ഉപകാര. അതായത് ഭാരതഭൂമിയിലുള്ള ജനിച്ച ആൾക്കാര് നമ്മളുടെ ലൈഫ് പെർഫെക്റ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണമെന്ന്, അവരെയും കൂടി ഡിവോട്ടീസ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഇപ്പോൾ ഇവിടെ പ്രഭുപാദ പറയുന്നത്, അതായത് ഈ ലോകത്തിലെ ആൾക്കാർ സഫർ ചെയ്യുന്നത് എന്തറിയോ? ഭാരതഭൂമിയിൽ ജനിച്ച ആൾക്കാര് അവര് വേണ്ട പോലെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല, വേണ്ട പോലെ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അത് കാരണമാണ് ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും സഫർ ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മളിത് മനസ്സിലാക്കുന്നില്ല, ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഫോളോ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആരും ഇതേപോലെ സഫർ ചെയ്യേണ്ട ഒരു പ്രശ്നം ഉദിക്കുന്നില്ല
എന്നാണ് ശ്രീ പ്രഭുപാദ് പറയുന്നത്. ഇവിടെ ചൈതന്യ മഹാപ്രഭു അതാണ് പറഞ്ഞത്. ലോർഡ് ചൈതന്യ ഹാസ് ഫർദർ എൻകറേജ് ദ റെസിഡൻസ് ഓഫ് ഭാരതവർഷ ടു മേക്ക് ദംസെൽഫ് സക്സസ്ഫുൾ ഇൻ ഡിവോഷണൽ സർവീസ് ആൻഡ് ദെൻ പ്രീച്ച് ത്രൂ ഔട്ട് ദ വേൾഡ്. യാരെ ദേഖ താരെ കഹ കൃഷ്ണ ഉപദേശ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ദ വർക്ക് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് മൂവ്മെന്റ്, എ മിഷൻ ദാറ്റ് വാസ് ഡെവലപ്ഡ് സോ thoroughly and successfully by His divine grace, A.C. Bhaktivedanta Swami Srila Prabhupada. പ്രഭുപാദയുടെ ഉദ്ദേശം തന്നെ അതായിരുന്നു. നമ്മൾ പെർഫെക്റ്റ് ആവുക, എന്നിട്ട് മറ്റുള്ളവർക്ക് ഇത് കൊടുക്കുക. നമ്മൾ എന്താണോ അറിയുന്നത് പെർഫെക്റ്റ് ആവാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര അറിയോ അത്രയും പറഞ്ഞു കൊടുത്താലും മതി. ഒരാൾ പെർഫെക്റ്റ് ആയിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ പെർഫെക്ഷൻ ഈ കലികാലത്തിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ എത്ര അറിയുന്നു അത്രയും നമ്മൾ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഒരാളുടെ ഹരേകൃഷ്ണ മഹാമന്ത്രം ചെല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്താൽ തന്നെ വലിയ കാര്യമായി. അവരത് അനുസരിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം ധന്യമാവും. സോ കിങ് കുലശേഖര റിമൈൻഡ്സ് us of the proper functions of the various parts of the body. അപ്പൊ ഈ ശ്ലോകത്തില് നമ്മളുടെ ഡിഫറെന്റ് ലിംസ് ഓഫ് ദ ബോഡി എങ്ങനെയാണ് അതിനെ പെർഫെക്റ്റ് ആക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ദ ഹെഡ് ഫോർ ഇൻസ്റ്റൻസ് is the center of all the senses. So we try to give it pleasure in many ways, but usually not by the humble act recommended here. അപ്പം നമ്മളുടെ ശിരസ്, തല എന്നുള്ളത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും എന്താണ് സെന്ററാണ്. പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളൊക്കെ അവിടെയാണ് അല്ലേ, തലഭാഗത്താണ് പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങൾ മുഴുവൻ. അപ്പോ അതിന് നമുക്ക് സന്തോഷം കൊടുക്കണമെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്യണം എന്നാണ് പറയുന്നത്. So he is the center of all senses. So we try to give it pleasure in many ways, but usually not by the humble act recommended. നമ്മുടെ ഭൗതിക തലത്തിൽ പല വിധത്തിലും നമുക്ക് ആ സെൻസ് പ്ലഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്. പക്ഷെ ഇവിടെ കുലശേഖർ ആൾക്കാർ പറഞ്ഞ എന്താണ്, അത് പ്രകാരമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഇന്ദ്രിയങ്ങൾക്ക് പ്ലഷർ കിട്ടണമെങ്കിൽ ഭഗവാനെ സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് ഭക്തിയുത സേവനം ചെയ്യണം, ഭഗവാനെ ആശ്രയിക്കണം. അപ്പൊ നമ്മുടെ ഓരോ ലിംസും, നമ്മുടെ പാർട്സ് ഓഫ് ദ ബോഡി ഭഗവാന്റെ സേവനത്തിൽ നിയുക്തമാക്കണം. എങ്ങനെ? ബൗയിങ് ഡൗൺ ബിഫോർ ദ സുപ്രീം ലോർഡ്, പ്രണാമം. Of course, bowing is not merely a mechanical act. അത് വിചാരിക്കാൻ പാടില്ല. ജസ്റ്റ് അങ്ങനെ ബൗയിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സറണ്ടറൻസ് ആണ്, സറണ്ടർ ചെയ്യുക. അപ്പോൾ ആരെയാണോ നമ്മൾ സറണ്ടർ ചെയ്യുന്ന അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ജീവിക്കണം, അതിന് തയ്യാറാവണം. അപ്പോഴേ നമ്മൾ അല്ലെങ്കിൽ അത് മെക്കാനിക്കൽ ആക്ട് ആവും. സറണ്ടർ മീൻസ് വി ഹാവ് ടു ഫോളോ ദെയർ ഇൻസ്ട്രക്ഷൻസ്. The head should bow down, accompanied by sincere feelings of devotion in the heart. അപ്പോൾ ലവ് ആൻഡ് അഫെക്ഷൻ ഉണ്ടായിരിക്കണം. വെറും മെക്കാനിക്കലി നമ്മൾ അവിടെ നിന്ന് പ്രണാമം ചെയ്താൽ പോരാ. അവരുടെ ആഗ്രഹം, അവരുടെ ഇൻസ്ട്രക്ഷൻ എന്താണ്, അത് പ്രകാരം നമ്മൾ ജീവിക്കണം. അപ്പോൾ ലവ് ആൻഡ് ഡിവോഷൻ, അഫെക്ഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ. Prostrating the body was an important part of the daily sadhana discipline of liberated souls like 6 Goswamis of Vrindavana. വൃന്ദാവനത്തിലെ 6 ഗോസ്വാമിമാര് അവരുടെ ഡെയിലി റൂട്ടീനാണ് പേയിങ് ഒബേസൻസസ്, പ്രണാമം. എല്ലാ വൈഷ്ണവന്മാർക്കും അവർ പ്രണാമം ചെയ്യും. എത്രയോ തവണ അവർ പ്രണാമം ചെയ്യും. അവരുടെ ഡെയിലി റൂട്ടീനാണ്. In his prayers to the 6 Goswamis, Srinivasa Acharya states that they were engaged in chanting the holy names of the Lord and bowing down in a scheduled measurement. Raghunath Das Goswami, one of the 6 Goswamis, offered 1,000 obeisances to the Lord's devotees daily. നമ്മൾ 3 നേരം പ്രണാമം ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുന്നു, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അല്ലേ. ഇവിടെ രഘുനാഥ് ദാസ് ഗോസ്വാമി offered 1,000 obeisance, prostrated obeisances to the Lord's devotees daily. So ഇത് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു ക്ലാസ്സിൽ, ഞാൻ ഇത് പറഞ്ഞപ്പോ, ഇപ്പോ അത്രയും ആൾക്കാരെ ഡെയിലി ഈ ഗോസ്വാമി കാണുവാണ്.
അല്ല, അതൊരു ചോദ്യമാണ് അല്ലേ? രഘുനാഥ് ഗോസ്വാമി ഡെയിലി 1000 വൈഷ്ണവന്മാരെ കാണുന്നുണ്ടോ? എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ മനസ്സുകൊണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ടാവും പ്രഭു. ഭഗവാനെയും ഭക്തരെയും ഒക്കെ ഗുരുക്കന്മാരെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതെ. അപ്പൊ നമ്മൾ പേഴ്സണലായിട്ട് കാണുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഗുരു മഹാരാജിനെ കാണുന്നില്ല, പ്രഭുപാദെ കാണുന്നില്ല, ഭഗവാനെ കാണുന്നില്ല, നമ്മൾ പ്രണാം ചെയ്യുന്നില്ലേ? അപ്പൊ എല്ലാ വൈഷ്ണവന്മാരെയും അതേപോലെ പ്രണാം ചെയ്യുന്നു. അത് അദ്ദേഹത്തിന്റെ ഡെയിലി റൂട്ടീനാണ്. ദാറ്റ് ഈസ് ഹിസ് ഡെയിലി റൂട്ടീൻ. അപ്പൊ അത് വെറുതെ അല്ല, വെറുതെ എഴുതല്ല. രഘുനാഥ് ദാസ് ഗോസ്വാമി, one of the 6 Goswamis, offered 1000 obeisance to the Lord's devotees daily. So the word prana used in this verse of Mukundamala Stotra refers to the life breath. Life breath. അതാണ് പ്രാണ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് വി ഷുഡ് യൂസ് ഇൻ വർഷിപ്പിംഗ് ദി ലോർഡ്. അപ്പം നമ്മുടെ പ്രാണൻ കൊണ്ട് നമ്മുടെ ലൈഫ് ആൻഡ് സോൾ ഈസ് ടു വർഷിപ്പ് ദി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാണ്ട് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഈ പ്രാണൻ ഈ ഹൃദയത്തിൽ വെച്ച് ഇരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഭഗവാനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലേ? അത് എന്തുപോലെ ആയിരിക്കും? ഈ കരിയവന്മാര് ഈ തീ കത്തിക്കാൻ ഒരു സാധനം ഉപയോഗിക്കണ്ട, എന്നെ പറയാ? പറയാ? എന്തൊരു പേരുണ്ട്. അതിനും സ്പന്ദനമുണ്ട്, ഒരു ഹൃദയ സ്പന്ദനം പോലെ, അല്ലേ? അത് പ്രസ് ചെയ്യുമ്പോ അതേപോലെ ആയിരിക്കും നമ്മുടെ ഹാർട്ട്. ലൈഫ് എയർ ഇവിടെ ഉണ്ടായിട്ട് അത് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ ഓക്കെ, ആ ഹൃദയത്തിന്റെ മിടുപ്പ് അതേപോലെ ആയിരിക്കും. So, life breath which we should use in worshipping the Lord. Yogis practice pranayama, regulation of the breath, to gain control of the mind and senses, and it is often recommended as a method of rejuvenation. Yogis അവരുടെ പ്രാണായാമം ചെയ്തിട്ട് അവരുടെ ബ്രെത്ത് കൺട്രോൾ ചെയ്യും. എന്തിന്? മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നമ്മുടെ വശത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പം മനസ്സും മറ്റു ഇന്ദ്രിയങ്ങളും നമ്മൾ ആഗ്രഹിച്ച പോലെയല്ല പോകുന്നത്. അഴിച്ചു വിട്ടിട്ടുള്ള കുതിരകളെ പോലെയാണ്, അൺബ്രിഡിൽഡ് ഹോഴ്സസിനെ പോലെയാണ്, കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ അവരെ എല്ലാ ഡയറക്ഷനിലേക്കും ഓടുകയാണ്, അല്ലേ? അപ്പൊ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ യോഗികൾ പ്രാണായാമം ചെയ്യുന്നത്. And it is often recommended as a method of rejuvenation. Although one may certainly gain such benefits by controlling the breath, the path of bhakti calls on the devotees simply to use his life breath in loving service for Lord. അപ്പോൾ ഈ കൺട്രോളിങ് ദ ബ്രെത്ത് എന്തിനായിരിക്കണം? നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നമ്മളുടെ വശത്ത് കൊടുന്ന് ആ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഭഗവാന്റെ സേവനത്തിൽ അനുഷ്ഠിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒരു അജണ്ട പാടില്ല. അപ്പോൾ ഈ ലൈഫ് ബ്രെത്ത് should be used in loving service to the Lord. Similarly, we should use the mind, speech, and all our other God-given faculties in the Lord's loving service. അതേപോലെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഫാക്കൽറ്റീസും, മൈൻഡ്, സ്പീച്ച്, നമ്മുടെ കൈകള്, കാലുകള്, ഓക്കെ, ഇതെല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കണം, ലവിങ് ഡിവോഷണൽ സർവീസിൽ. This perfection is available to all, whether demigods or human beings. അപ്പോൾ ഈ പെർഫെക്ഷൻ എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും അവസരമുണ്ട്. ഡെമിഗോഡ്സിന് മാത്രമല്ല, മനുഷ്യർക്കും കിട്ടും. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കണമെന്ന് മാത്രം. നമ്മൾ നിർഭാഗ്യവശാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അവസരം നമ്മൾ ഉപയോഗിക്കുന്നില്ല, പാഴാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് യോഗ്യത ഇല്ലെങ്കിലും കൂടി ഇത് വിളിച്ചു തരികയാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അതൊന്ന് ഓടി മറിയുക ചെയ്യുന്നു, അല്ലേ? അപ്പോൾ അത് ഈ അവസരം കിട്ടുന്ന എല്ലാവരും അത് ശരിക്കും വിനിയോഗിച്ചാൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഭഗവത് ധാമിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഈ അവസരം പാഴാക്കാൻ പാടില്ല. നമുക്ക് യോഗ്യത ഇല്ലെങ്കിലും കൂടിയും ഭഗവാൻ
ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വന്ന് നമുക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അത് സ്വീകരിക്കാം. അതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ കൃഷ്ണപ്രേമം കിട്ടും എന്നാണ് കുലശേഖർ ആൾവാറിന്റെ അഭിപ്രായം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताई गो प्रेमानंदे, हरि हरि बोल। कृष्ण।